ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒടുത്തിറങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാന്ന് വലിയ ലക്ഷ്യമൊന്നുമില്ല അല്ലേ? വല്ല ലക്ഷ്യമുണ്ടോ? അച്ഛൻ്റെ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അച്ഛനും വല്ല ലക്ഷ്യമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അപ്റ്റിൻ്റെ ഡാൻസ് കളിക്കണം. അപ്റ്റ് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇവിടെ സൈറ്റ് എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് എന്താ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാസറിൽ മസാല ദോശേനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പം ഞങ്ങൾ നാസറിൽ പോയി ഞാൻ മസാല ദോശ കഴിച്ചു. അച്ഛനായിട്ട് അപ്പോൾ മുട്ട റോസ്റ്റും അച്ഛൻ മുട്ട റോസ്റ്റും കഴിച്ചു. ഞാൻ നല്ല മസാല ദോശ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ് സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ അബുദാബി സ്ഥലമൊക്കെ ഇങ്ങനെ കേട്ടോ. അബുദാബി കളിക്കാമേ. അത് വീണ്ടും തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അബുദാബിയിൽ എല്ലാ സ്ഥലവും ഇങ്ങനെയാണെന്നല്ല കേട്ടോ. അബുദാബിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു കൂടെയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ പാർക്കിലോട്ട് പോകുന്ന സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ടൗൺ ഇൻക്ലൂഡഡ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുസഫ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് കമൻറ്റ് പറഞ്ഞായിരുന്നു പിള്ളേർ. മുസഫയിൽ കൂടുതൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന സമയത്ത് കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ടൗൺ അല്ല, ടൗൺ വിട്ടിട്ട് നമ്മുടെ സ്ട്രീറ്റിലോട്ട് നമ്മൾ പുറത്തോട്ട് നമ്മൾ താമസിക്കുന്നതൊക്കെ സ്ഥലങ്ങളുടെ ഏരിയ കേട്ടോ ഇത് ശരിക്കും. ഇവിടെ ഇപ്പോഴത്തെ സീസൺ ഇപ്പം നല്ല രസമാണ്. ഇവിടെ ഇപ്പം ഫ്ലവറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്ലവർ കാണാം. ഇവിടുത്തെ റൗണ്ട് ബോട്ടുകളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. ഈ സൈഡിലത്തെ റൗണ്ട് ബോട്ടുകളിൽ നമുക്ക് അവർ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. ഒരിടത്ത് മാനാണെങ്കിൽ ഒരിടത്ത് ഈഗിളിൻ്റെ ഒക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്രിയേച്ചേഴ്സ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും നമുക്ക്. അതുകൊണ്ട് ഈ സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രൈവിന് വരാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ ടൗൺ അല്ല കേട്ടോ. ടൗണിൽ നിന്ന് വിട്ടിട്ടുള്ള ഏരിയകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രൈവിനൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലവറാണ്. നമുക്കിപ്പോൾ നടക്കുകയൊക്കെ ആണെങ്കിൽ നല്ല കൂൾ വെതറാണ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ലൊരു ഫീലിങ്സ് കിട്ടും. എല്ലായിടത്തും നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ള, പിങ്ക്, ഓറഞ്ച്, ചുവപ്പ്, പർപ്പിൾ കളറ്, അങ്ങനെ എല്ലാ തരം ഇങ്ങനത്തെ ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരം കളറും ഉണ്ടെന്നുള്ളതാണ്. സ്ട്രീറ്റിൽ എവിടെ നോക്കിയാലും ഇത് കാണാം. ഇവർ സീസൺ അനുസരിച്ച് ഈ ഫ്ലവർ മാറ്റിയും വെക്കും കേട്ടോ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ നല്ല മെയിൻ്റനൻസ് ആണ് ഇവർ. ഈ സീസൺ കഴിയുമ്പോൾ അതിനകത്ത് ഫ്ലവർ കഴിയുമ്പോൾ ഈ പൂവെല്ലാം ഈ ചെടി അടക്കം പറിച്ച് കളഞ്ഞിട്ട് നെക്സ്റ്റ് സീസണിൻ്റെ ഫ്ലവർ ചെടി കൊണ്ടുവെക്കും. അപ്പോൾ ആ സീസണിലെ ഫ്ലവറും ഇപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ എപ്പോൾ പോയാലും സ്ട്രീറ്റ് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അബുദാബി എനിക്ക് ഇഷ്ടമുള്ളൊരു സിറ്റി തന്നെയാണ് കേട്ടോ അബുദാബി. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ഞാൻ റൗണ്ട് ബോട്ട് നന്നായിട്ട് കാണിക്കാൻ പറ്റില്ല. ഞാൻ റൗണ്ട് ബോട്ട് ഞാൻ കൊണ്ട് ഇച്ചതിനെ കൊണ്ട് ഒന്നും കൂടി തിരിച്ച് വരുത്തിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു റൗണ്ട് ബോട്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓരോ റൗണ്ട് ബോട്ടിൽ ഓരോ ക്രിയേച്ചേഴ്സിനാണെന്ന്. ഇപ്പോൾ ഈ റൗണ്ട് ബോട്ട് ഞാൻ പറഞ്ഞു ഈഗിളിൻ്റെ ആണ് കേട്ടോ മൊത്തം. അപ്പോൾ സൈഡിൽ കൂടെ കണ്ടിങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു റൗണ്ട് ബോട്ടും കൊണ്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉള്ള. അത് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എങ്ങനെ ഞാൻ അതിലൂടെ പോകുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അബുദാബിയുടെ വീഡിയോ എടുക്കലാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ. അബുദാബിയുടെ ഞാനിപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഈ സിറ്റി കാണുമ്പം എങ്ങനെയായിരുന്നു എൻ്റെ അബുദാബി എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു റെക്കോർഡിക്കലായിട്ട് നമുക്കൊരു ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടൊരു ഇത് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് എല്ലാ വീഡിയോയും അബുദാബിയുടെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അബുദാബിയുടെ എല്ലാ പേരും അറിയണമെന്നില്ല. നമ്മൾ അബുദാബിയിലുള്ള എല്ലാവരും ഈ ഏരിയ കണ്ടതാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നല്ല സിറ്റിയാണ് ശരിക്കും അബുദാബി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ള റൗണ്ട് ബോട്ടൊക്കെ കാണിച്ച് സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. ഞങ്ങൾക്കൊരു സ്ഥലമൊന്നും കിട്ടിയില്ല. പിന്നെ ഒന്നും അല്ലെങ്കിൽ ഇവിടെ നല്ല രസമുണ്ട്. ഈ റോട്ടിൽ കൂടി ഡ്രൈവ് പോകാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സീസൺ വിന്റർ സീസണിൽ ശരിക്കും റോഡൊക്കെ നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ കാണാൻ കണ്ട അവിടെയൊക്കെ കണ്ട നല്ല പൂവൊക്കെയാണ്. എവിടെയൊക്കെയാണ് നല്ല റോഡൊക്കെ നല്ല പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ല രസമൊക്കെ കാണാൻ. നമ്മുടെ ഓണത്തിൻ്റെ ഒക്കെ ഒരു കല ഒരു എന്താ പറയുക ഇതാണ് എന്താണ് അതാണ് എന്താ മൂഡ് പോയി വർത്തമാനം പറ. എന്തായാലും ഡ്രൈവ് ചെയ്ത് വന്ന് ഞങ്ങളൊരു പിക്നിക് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടോട്ട് ഇറങ്ങാൻ ഞങ്ങൾ കാണിച്ചു തരാം. സ്ഥലം അറിഞ്ഞിട്ടുണ്ട്. പിക്നിക് 1 പിക്നിക് 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര വെയിലാട്ടോ ഇവിടെ. ഭയങ്കര വെയിലാണ്. പള്ളിക്കൊക്കെ ബാഗ് എടുക്കട്ടെ. ബാഗ് എടുത്തില്ല.
പാർക്കിൻ്റെ ഒരു ഓവർവ്യൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, പാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുമേ. നമുക്ക് പിക്നിക് ഏരിയയിൽ വന്നിട്ട് സൈൻ ബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കവിടെ പ്രയർ ഏരിയ ഉണ്ട്, ബാർബിക്യൂ ഏരിയ ഉണ്ട്. അപ്പോൾ ബാർബിക്യൂ ഏരിയ വന്നിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. പിള്ളേർക്ക് കളിക്കാനുള്ള കളികളുടെ സ്ഥലമുണ്ട്, സിറ്റിംഗ് ഏരിയ ഉണ്ട്, വാട്ടർ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയാണ്. പാർക്കിൻ്റെ പേരെന്നാ ഞാൻ ചോദിച്ചു പറയാം. അയ്യോ, എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നില്ലേ, എൻ്റെ കെട്ടിയനെ കാണുന്നില്ലേ, എൻ്റെ കെട്ടിയനെ കാണുന്നുണ്ടോ? ഒന്ന് പോയി, എന്നെ കൂട്ടാണ് പോയി. നമ്മുടെ താഴെയൊക്കെയാണ് നല്ല പൂവൊക്കെ വീണിട്ട് വേണ്ട, നാട്ടിലത്തെ പോലെ നല്ല പൂവുകളൊക്കെ. താഴേക്കാണെങ്കിലും പൂക്കളൊക്കെ വീണ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ മരത്തിൻ്റെ പൂ കേട്ടോ, അത് മരത്തിൽ നല്ല പൂവും താഴെ വീഴുന്നുണ്ട്. നമുക്ക് വേസ്റ്റൊക്കെ കളയാനുള്ള സ്ഥലമാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാർബിക്യൂ ഏരിയ. നമുക്കിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഇടത്ത് തന്നെയുണ്ട് സ്ഥലങ്ങൾ. നമുക്കിവിടെ വന്നിട്ട് ചാർക്കോൾ കൊണ്ടുവരുവാണെങ്കിൽ ചാർക്കോൾ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യാം. 2 ബാർബിക്യൂ സ്പേസ് ഉണ്ട്. കുറേ ബാർബിക്യൂ ഉണ്ടെങ്കിൽ ഇവിടെ ബാർബിക്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ബെഞ്ചൊക്കെ ഉണ്ട്, ബെഞ്ചിലിരുന്ന് കഴിക്കാം ഭക്ഷണം. അതെന്നതാണ് കണ്ടോ, നമുക്കിപ്പോൾ ഹോട്ട് കോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുള്ളതല്ല, നമുക്ക് എല്ലായിടത്തും ഒന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതെടുത്തിട്ട് കണ്ടോ ഹോട്ട് കോളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തീക്കട്ടയൊക്കെ. അപ്പോൾ നമ്മൾ ഏതൊരു പാർക്കിൽ വന്നാലും അവിടുത്തെ പാലിക്കേണ്ട റൂൾസും റെഗുലേഷൻസൊക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് എവിടെയൊക്കെ പോകാം, എന്തൊക്കെ ചെയ്യാം, അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ആനിമൽസിനെ കൊണ്ടുവരാമോ, സൈക്കിൾ ഓടിക്കാമോ, അങ്ങനെയൊക്കെയുള്ള റൂൾസൊക്കെ ഫോളോ ചെയ്യണം. ആ റൂൾസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നു, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡായില്ല അതിനകത്ത്. നമുക്ക് ഓഫുള്ള ദിവസമൊക്കെ പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പം വണ്ടി വരുമോയെന്നോ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുമെന്നോ ഇല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പിള്ളേരെ വിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നടുക്കൊരു ഫൗണ്ടൈൻ ഉണ്ട്, ചുറ്റുമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിള്ളേരാണെങ്കിൽ ഓടി കളിച്ചോളും. അധികം ദൂരം പോയാലും അടുത്ത് വണ്ടികളും അങ്ങനെയൊന്നും വരത്തില്ല, അധികം അപകട സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയാണ് നമുക്ക് പിള്ളേരെ കൊണ്ട് പോകാൻ ഈവനിങ്ങിനൊക്കെ ആയിട്ട്. ഞങ്ങൾ അപ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ക്യാമറമാൻ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൈറ്റൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇവിടെയൊക്കെയാണ് നല്ല സൈറ്റാണെന്ന് അറിയത്തില്ല. ക്യാമറ എങ്ങനെയുണ്ട്, റെഡിയാണോ? ഞാൻ ക്യാമറയൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയൊരു കണ്ടൽക്കാട് പോലെ ഇട്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കായലാണ്, ശരിക്കും ഒരു കായലിൻ്റെ സൈഡാണ്. ഈ കാണാൻ പറ്റുമോ? കണ്ടോ, ഇവിടെ വെള്ളമൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ കണ്ടൽ വനങ്ങളൊക്കെയാണ് അവിടത്തൊക്കെ. നല്ലൊരു കാട് പോലെ ഒരു പ്രതീതി. ഇരിക്കാനൊക്കെ നല്ല രസമാട്ടാ, നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു കാട്ടിൽ വന്നിരിക്കുന്ന ഒരു പ്രതീതി കിട്ടും നമുക്ക്. എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാടിൻ്റെയൊക്കെ ഒരു രീതി നല്ല രസമല്ലേ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ അബുദാബിയിലേക്ക് ഇങ്ങനെ കാടൊക്കെ ഉണ്ടോയെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കൊരു കാടിൻ്റെയൊക്കെ രീതിയാണ്. അവിടെ താഴെയൊക്കെ വെള്ളമൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, കണ്ടോ? വെള്ളമൊക്കെ പഴയ രീതിയിൽ വെള്ളമൊക്കെ വീണ് കിടക്കുന്നതാണ്. ഫുൾ ബാക്ക് കാണിച്ചു തരാമേ. ഇതാണ് ഫുൾ ബാക്കാണ് അവിടുത്തെ കാടക. ഫുൾ വ്യൂ വ്യൂ. അപ്പോൾ ക്യാമറമാൻ റെഡിയായി. ഞാൻ അവിടെ നിന്നിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചു, മുടി അഴിച്ചിട്ട് കളിച്ചു, മുടി കെട്ടി വെച്ച് കഴിച്ചു, കാല് മാത്രം കാണിച്ച് കളിച്ചു. അങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ച് നോക്കി. ഏതാ നല്ലതെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒന്നും ശരിയായില്ല. പിന്നെ എന്താങ്ങണ്ടൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ച് പാട്ടൊക്കെ മിക്സ് ആകുമ്പോൾ അവിടെ ഇവിടെ ഒന്നും മിക്സ് പാട്ട് കേൾക്കുന്നില്ല. പകുതി വരുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റെപ്പ് മറന്നു പോകും. എനിവേ നല്ല ഫണ്ണായിരുന്നു. കുറച്ച് നേരം ഞാൻ ചിലരുടെ കണ്ടിന്യൂസ് എന്നെക്കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. എന്നെക്കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ണം കുറയട്ടെ എന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇതിവിടെ എന്താണ് ഇങ്ങനെ വരുന്നത്? തല പോയി തോന്നുന്നു. ഇതിനകത്ത് തല പകുതിക്കുന്ന തലയുള്ളൂ. ഞാനെടുത്ത വീഡിയോൻ്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഓക്കെ. ഇത് ഞാൻ ശരിക്കും ഫുൾ വീഡിയോ നമ്മൾ ഷോർട്ടിൻ്റെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കിട്ടിയതാണ്. ഡാൻസ് എല്ലാം കളിച്ച് മടുത്തു. അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി പോവാണ്. ഇത് കേട്ടോ, നമ്മുടെ പാർക്ക് നല്ല പാർക്കാണ്. നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് വന്നിരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി പാർക്ക്. ഇത് അബുദാബിയിലെ പാർക്ക്. ഇത് ഞങ്ങളുടെ അബുദാബി കേട്ടോ.
ഞങ്ങൾ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് അധികം സമയമില്ല. അതുകൊണ്ട് ഞങ്ങളിന്ന് പോവാണ്. അപ്പം പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. പാർക്കെല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നു. പാർക്കെല്ലാം കാണിക്കാൻ പറ്റില്ല. ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. പറ്റുന്നത്രയും പാർക്ക് മീനും ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കൂടെ ഒത്തിരി ഫിഷ് ഇങ്ങനെ വരുന്ന കാരണം ഫുഡ്. ഇപ്പോൾ വേലിയേറ്റ് സമയമായിരുന്നു, അതുകൊണ്ട് ഫിഷൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ ജസ്റ്റ് പുറത്തുള്ള പാർക്കാണ് കേട്ടോ. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഉച്ചക്കത്തേക്കായിട്ട് ഇനി എന്താ ഉണ്ടാക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്നൊരു നമ്മളൊരു ക്യാരറ്റ് എടുത്ത് തോരൻ വെച്ചു, 2 ഉണക്കമീൻ വറുത്തു, ചോറും വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണക്കമീൻ വറുത്തതും ക്യാരറ്റ് തോരനും തൈരും കൂട്ടി ചോറ് വെച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.